അതേപോലെ നമുക്ക് ചിലതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര തണുത്ത് ഈർപ്പം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം പൊതുവേ ഇങ്ങനെ പാഡ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പനി മാറ്റി യൂസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പൊതുവേ നമ്മൾ ഇങ്ങനെ ഒ പിയിൽ ഇരിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ് ആൾക്കാർ വന്നിട്ട് ഇച്ചിങ്, ചൊറിച്ചിൽ, അല്ലെങ്കിൽ അവിടെ റാഷ് വരുന്നു ഈ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ പാഡുകളും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഡയോക്സിൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കും. ഈ സാധനങ്ങളൊക്കെ വജൈനൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, അതിന്റെ പി എച്ച് ലെവൽ തെറ്റിക്കും, ബാക്ടീരിയാസും ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളെ ഗ്രോത്തിനൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് സെർവൈക്കൽ ഇറിറ്റേഷനും അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു സാധനമാണ് ഈ ഡയോക്സിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവരുണ്ടാക്കിയേക്കുന്നത് ആണിയോൺ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇത് എന്താന്ന് വെച്ചാൽ ബാക്ടീരിയാസിനെ കൊല്ലാനും അതേപോലെ തന്നെ നമ്മളുടെ വജൈനൽ പി എച്ച് നിലനിർത്താനും ഒക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആനിയോൺ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് യൂസ് ചെയ്തപ്പം ഇച്ചിങ് അല്ലെങ്കിൽ റാഷസ് വരിക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റ് മാറിയതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 100 മുതൽ 150 ml ബ്ലഡ് വരെ ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അബ്സോർപ്ഷൻ അടിപൊളിയാണ്, നമുക്ക് ലീക്കേജ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ചില പാടുകൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സ്മെല്ല്. ഈ ചില നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില സ്മെല്ലുകളൊക്കെ ഉണ്ടാവും ചില പാടുകൾ യൂസ് ചെയ്യുമ്പോൾ. ഇതിന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സാധാരണ പാടുകൾ ഉപയോഗിക്കുമ്പം ഇങ്ങനെയുള്ള റാഷസും ഇച്ചിങ്ങും ഒക്കെ ഉള്ള ആൾക്കാര്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാടുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം.